ഇൻചോർജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിൽ ഇൻചോർജിൽ നിന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെട്ടാലോ? പേര്? പ്രമോദ്. ആഖി, ആതിര, ആർച്ച, റോഷ്നി, രേഷ്മ, ആൻസി, ആശ്ജിത്ത്, ജിതിൻ. അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് ഞാൻ പറയുന്നതല്ലാതെ എന്താണ് നിങ്ങൾക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ആകെ 6 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ഏറ്റവും കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവരാണ് വിജയി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. ചോദ്യം ചോദിക്കട്ടെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോ. എല്ലാവരും റെഡിയാണോ? യെസ്, ഇപ്പോഴാണ് ആക്റ്റീവായത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേൾക്കണേ. ആനയും ഉറുമ്പും കൂട്ടുകാരായിരുന്നു. ഓക്കെ, ആന എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുമായിരുന്നു. ഉറുമ്പ് ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്യുമായിരുന്നു. എന്തുകൊണ്ട്? യെസ്, ഇവിടെയാണ് ആദ്യം പറഞ്ഞത്. പേര്? ആതിര. അപ്പോൾ ആതിരയ്ക്ക് നല്ലൊരു ക്ലാപ്പ്. അതൊരു കട്ടുറുമ്പായത് കൊണ്ടാണ്. വെരി ഗുഡ്. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓട്ടം വരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ട് ഓടിയതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രാജാവിന് മുകളിലുള്ളത് ആരാണ്? രാജാവിന് മുകളിലുള്ളത് ആരാണ്? യെസ്, ഇവിടെ. പേര്? പ്രമോദ്. അപ്പോൾ പ്രമോദിന് നല്ലൊരു ക്ലാപ്പ്. അപ്പോൾ വൈകിക്കുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ്. ഞാൻ ഒന്നിനെ രണ്ടാക്കും. ആരാണ് ഞാൻ? യെസ്, കത്രിക. ഇവിടെ ആരും ആദ്യം കത്രിക. അതാണ് ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ എനിക്ക് ചിരിക്കുന്നു. പേര്? ആർച്ച. അപ്പോൾ ആർച്ചക്കുട്ടിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. അപ്പോൾ ഈ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഇനി പോകുന്നതിന് മുന്നേ ഒരു പാട്ട് പാടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നന്നായിട്ട് പാട്ട്. പ്രമോദ്. അപ്പോൾ നമുക്ക് പ്രമോദിന്റെ നല്ലൊരു ഗാനം കേൾക്കാം. പിടിച്ചോ, പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാകെ നിൻ ഈറൻ മുടി ചേരുന്നിതൻ മേലാകവേ, നീളുന്നൊരീ മൺപാതയിൽ തോളോട് പോയില്ലയോ. ഓക്കെ, താങ്ക്സ്. ഇപ്പോൾ പ്രമോദിന് ഇനി നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. അടിപൊളി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പോകാം. റെഡിയാണോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഉയർച്ചയിലും താഴ്ചയിലും കൂടെ വരുന്നതാര്? ഉയർച്ചയിലും താഴ്ചയിലും കൂടെ വരുന്നതാര്? ക്വസ്റ്റ്യന് തന്നെ ഉണ്ട് ആൻസർ. എന്താ? വെരി ഗുഡ്. പേര്? ജിതിൻ. അപ്പോൾ ജിതിന് നല്ലൊരു ക്ലാപ്പ്. ഇപ്പൊ നല്ല ഗ്രൂപ്പാണ് കേട്ടോ. എല്ലാവരും പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട്. ഇനി വേറെ ആരെങ്കിലും പാട്ട് പാടോ? ആൻസി ഇഷ്ടമുള്ള പാട്ട് പാടി. ഇതോ മഴയിൽ നനവോടെ നാം ഒന്നു ചേർന്നു, മൗനങ്ങളൊന്നായ പോലെ ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിൻ്റെ ഉള്ളിൽ, ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിൻ്റെ ഉള്ളിൽ, പുലരുളി പൂക്കളായി. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത എന്താ പരിപാടി? ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? എത്രാമത്തെ ക്വസ്റ്റ്യൻ? യെസ്, ഓക്കെ. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഞങ്ങൾ 2 വശങ്ങളിലാണ് താമസം, എന്നാൽ പരസ്പരം കാണാൻ സാധിക്കില്ല. ആരാണ് ഞങ്ങൾ? പെട്ടെന്ന് പറഞ്ഞു.
ഞങ്ങൾ 2 വശങ്ങളിലാണ് താമസം, എന്നാൽ പരസ്പരം കാണാൻ സാധിക്കില്ല. ആരാണ് ഞങ്ങൾ? യെസ്, ആർച്ചക്കുട്ടിയോ? യെസ്, നമ്മുടെ ആർച്ചക്കുട്ടി അതിഗംഭീരമായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ക്വസ്റ്റ്യന്റെ ആൻസർ നൽകി ഇപ്പോൾ ഈ ടീമിൽ മുന്നിട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ ആർച്ച കീജയ്. എന്നിട്ട് ആരും ഒന്നും മിണ്ടാത്ത കീജയ് നിങ്ങൾ വിളിക്കും, ഞാൻ ആർച്ച പറയാം. ആർച്ച. ഓക്കെ, ഇനി എല്ലാ ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഒരുമിച്ചൊരു പാട്ടായാലോ? ഇപ്പൊ 2 പേരില്ലേ? അതാണ് വെരി ഗുഡ്. നിങ്ങൾക്ക് പറ്റിയ പാട്ടാണ് കേട്ടാ. കാറ്റെടുത്താൽ മതി. 4 വെച്ചിരുന്ന പഠിക്കും. തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും കാറ്റുള്ളൊരു പെണ്ണും മറയത്തൊലി കണ്ണും കളിയോ ഞാനാടുന്നീടനാടിയിലായി മതിയാവില്ലൊരു നാളിനും ഈ നല്ലൊരു ജീവിതം ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊലി കണ്ണും കളിയൂ ഞാനാടുന്നേ ഇടനാഴിയിലായി. തീർന്ന അടിപൊളി പാട്ടാണ്. ഞാൻ അതിൽ ലയിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ പേർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളു, തീർന്നു. ആർച്ചായിരിക്കും ജയിക്കണത് അല്ലേ? എല്ലാവരും ഇങ്ങനെ അറിയാൻ പറ്റത്തില്ല. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ആരെങ്കിലും ഇനി പറയുന്നുണ്ടെങ്കിൽ അവർ ലീഡ് ചെയ്യും. ഒന്നും കൂടെ മത്സരം നടത്തുന്നു 2 പേര് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. 100 ആളുകൾ പോയി 101 ആളുകൾ തിരിച്ചു വരുന്ന സംഭവം എന്താണ്? 100 ആളുകൾ പോയിട്ട് 101 ആളുകൾ തിരിച്ചു വരുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണത്? യെസ്, പേര് രേഷ്മ. ആര്? എങ്ങനെ ഇത്രയും ബുദ്ധിയുള്ള കൂട്ടുകാർ ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആരും അങ്ങനെ പറയത്തില്ല കേട്ടോ ആൻസർ. രേഷ്മക്കുട്ടി. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ വിജയി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർച്ചക്കുട്ടിയാണ്. നല്ലൊരു ക്ലാസ്. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ ആർച്ചയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസ് റിപ്പോർട്ടർ അബൂബക്കർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയും നേരം മത്സരിക്കാൻ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രമോദം എങ്ങോട്ട്? അടിപൊളി പ്രോഗ്രാം. ഞാൻ ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ എന്തോടെ കൊള്ളായിരുന്നു. നല്ല അതെ അതെ അതുകൊണ്ട് അവിടെ കല്യാണത്തിന്റെ കാര്യം മാത്രം സംസാരിക്കുമായിരുന്നു. പ്രോഗ്രാം നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. നമ്മള് വീട്ടിൽ പോകുന്നത് നമ്മളിവിടെ പിടിച്ചിരുത്തി. കൊള്ളായിരുന്നു, അടിപൊളി. നൈസ് പ്രോഗ്രാം. എന്തോ നൈസ് പ്രോഗ്രാം. കൊള്ളായിരുന്നു, നല്ല പ്രോഗ്രാം, നല്ല പ്രോഗ്രാം. നമ്മള് ഈ ഒരു പ്രോഗ്രാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കില്ല. കാരണം നമ്മുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ടീം. അവധിക്ക് നമ്മളൊരു ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ ബൈ.